നമ്മുടെ കൃഷിയിടങ്ങൾ കാണും. ഇത് മുളക്, ഇത് വാട്ടർമെലൺ, മുളക്, ചീര, വാട്ടർമെലൺ, മുളക്, കുരുമുളകുകളാണ് ഇതൊക്കെ. പിന്നെ അവിടെ മല്ലിയില, ചീരയില, മുരിങ്ങയില, പിന്നെ ഒരുപാട് മുളകുകളുണ്ട്. പിന്നെ വഴുതനയൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ വഴുതനയൊക്കെ കിട്ടിയിട്ടോ. പിന്നെ ക്യാബേജ് 1, 2, 3. ഇതാണ് ഏറ്റവും വലിയ ക്യാബേജ്. ഇത് നമ്മുടെ സുന്ദരി പൂച്ച. മുളക്, തക്കാളിയും ഒരുപാട് ഇഷ്ടംപോലെ കിട്ടിയിട്ടോ. പിന്നെ വഴുതന നിൽക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ വഴുതനയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ഒരു വാട്ടർമെലൺ ഇത്രയായി. ഇനി അത് വള്ളികളായിട്ട് പിടിക്കും. വഴുതന തീർന്നിട്ടില്ലേ? വഴുതന നോക്കി ഉണ്ടോ വഴുതന. പിന്നെ ഇതും ഒരു തക്കാളി. ഇത് പപ്പായ, വാഴ, ഇത് റെഡ് ലേഡീൻ്റെ പപ്പായ. ഇതിലൊക്കെ പൂവുണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞു പോയി ഗൈസ്. എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ പുതിന ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ പേരമരം കണ്ടോ? ഇത്ര കുഞ്ഞിലേ കാച്ചു. നമ്മളോട് അവർ 6 മാസമൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ 2 മാസമൊക്കെ ആയപ്പോഴേക്കും പേര കായ്ച്ചു. നമ്മുടെ തക്കാളി മരം കണ്ടോ? അതിലൊരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളിതെല്ലാം സ്പേസ് കൊടുത്തില്ല, എല്ലാം അടുത്തോട്ട് വെച്ചതുകൊണ്ട് എല്ലാം കൂടെയൊക്കെ മിക്സായി ഒടിഞ്ഞൊക്കെ പോയി. ഇനിയും തക്കാളി ഉണ്ട് അതിൽ. ഇത് വഴുതന. പിന്നെ ഇത് വന്നിട്ട് സ്ട്രോബെറി. ഈ സ്ട്രോബെറി ഇങ്ങനെ പടർന്ന് അങ്ങ് പോവുകയാണ് കണ്ടോ. ഇങ്ങനെ അവിടെ വരെയൊക്കെ എത്തി. പക്ഷെ എന്തുകൊണ്ടാണ് ഇതുവരെ കായ്ച്ചിട്ടില്ല. ഞങ്ങൾ 4 തൈ എങ്ങാണ്ട് മേടിച്ച് നട്ടു. അതിൽ 2 തൈ വന്നു. ഇതൊക്കെ പിന്നെ രണ്ടാമത് വന്ന തൈകളാണ് കണ്ടോ. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഇതുണ്ടായിരുന്നു, കൈപ്പങ്ങ ഇഷ്ടംപോലെ പിടിച്ചു. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല, ഫുള്ള് ഉണങ്ങിപ്പോയി. പിന്നെ പുഴുക്കുത്ത്, അങ്ങനെ പുഴുവായിരുന്നു ഉണ്ടായതിലൊക്കെ പുഴുവായിരുന്നു. പിന്നെ ഇത് മുന്തിരി. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭ്രാന്താണ് കേട്ടോ. ഹസ്ബൻഡ് ഭയങ്കര കൃഷീനോടൊക്കെ ഭയങ്കര ക്രൈസാണ്. ഇതും ചീര, ചുവപ്പ് ചീര. ഇത് നമ്മൾ നട്ട ചീരയല്ല കേട്ടോ. ഈ ചീര തന്നെത്താനെ വന്നതാ, വിത്ത് വീണിട്ട് വന്നതാ. ഇത് മുളക്, ഇതും മുളക്. ഈ മുളകിൽ പൂവൊക്കെ വന്നു. ഇത് പുതിയൊരു ടൈപ്പ് മുളകാണ്. ഇതൊരു ഫ്രണ്ട് തന്നതാണ് ഈ മുളക്. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ചീനാപ്പറങ്കി എന്നൊക്കെ പറയും. എൻ്റെ നാട്ടിൽ വെള്ളക്കാന്താരി. ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. എല്ലാം മുളകുണ്ട്. പിന്നെ ഒരു വാഴ. പിന്നെ ഇത് ഞങ്ങൾ പുതിയതായിട്ട് വെച്ചതാണ്. ആണല്ലോ, ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ കക്കരി, സാലഡ്, വെള്ളരി, അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. മാഷാ അല്ലാ, ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് കായ്. ഒരുപാട് കായുണ്ട്. കാണുന്നുണ്ടോ? ഇവിടെ ഉണ്ട്, ഇതുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇത് ഇത്ര പെട്ടെന്ന് പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ തറയിലിങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. പക്ഷെ പൂ വരുന്നതല്ലാണ്ട് അവർക്ക് കായൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കരുതി ഇത്ര വേഗം കായ്ക്കുമോ എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വേഗം കായ്ച്ചു എന്തായാലും സംഭവം. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. മാഷാ അല്ലാ, ഉണ്ടോ? ആണ്ടോ പേരയ്ക്ക. ഇതാ ഫസ്റ്റ് കായ്ക്കുന്ന പേരയ്ക്ക. ഇതിൽ നമ്മൾ മേടിച്ച സമയത്ത് 2 പേരയ്ക്ക ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇപ്പോൾ പിച്ചു കഴിച്ചു. ഇതൊക്കെ ഇപ്പോൾ കഴിച്ചതാണ്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഇതിൽ 1-2 ഇതുകൊണ്ടോ കൊഴിഞ്ഞൊക്കെ വീണു പോയി. കിട്ടും. ഇനിയും പൂവൊക്കെ ഇടുന്നുണ്ട്. ഒരു വാഴ, ഇവിടെ ഒരു മുരിങ്ങയ്ക്ക. ഞാൻ പറഞ്ഞില്ലേ പുതിന ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഇവിടെ കണ്ടോ. ഇത് പിന്നെ ചീര പാകിയേക്കുന്നതാ മീൻവെട്ടിയിൽ. പിന്നെ പനിക്കൂർക്കൽ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൃഷിത്തോട്ടം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.